സംസ്ഥാന കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് KPCC നേതൃത്വത്തിന് മുകളിൽ മറ്റൊരു സമിതിക്ക് രൂപം നൽകി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ഹൈക്കമാൻഡ് നേരിട്ട് കടിഞ്ഞാണേറ്റെടുക്കുന്നത്. AICC പ്രതിനിധി കൺവീനറായ 17-അംഗ കോർ കമ്മിറ്റിയെ നിയമിച്ചതിലൂടെ അസാധാരണമായ ചില മാറ്റങ്ങൾക്ക് കൂടിയാണ് കോൺഗ്രസ് തുടക്കമിട്ടിരിക്കുന്നത്. കോൺഗ്രസ് കുടുംബത്തിലെ മുതിർന്ന കാരണവരായ AK ആന്റണിയും AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുൻ KPCC അധ്യക്ഷന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും K സുധാകരനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും തുടങ്ങി ഷാനിമോൾ ഉസ്മാൻ വരെ നീളുന്ന 17-അംഗ സമിതി നിലവിൽ വന്നതോടെ ഒരർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ എല്ലാ സമവാക്യങ്ങളും ഇനി അപ്രസക്തമാവുകയാണ്. അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും ഉൾപ്പെട്ട KPCC നേതൃത്വം, കോൺഗ്രസ് ഹൈപ്പവർ കമ്മിറ്റിയായ രാഷ്ട്രീയകാര്യ സമിതി, KPCC എക്സിക്യൂട്ടീവ് തുടങ്ങിയവയുടെയെല്ലാം അധികാരം ഇനി നാമമാത്രമാകും. KPCC വൈസ് പ്രസിഡന്റ് പദവിയിലും ജനറൽ സെക്രട്ടറി പദവിയിലും ഒന്നും എത്താൻ കഴിയാതിരുന്ന പല പ്രമുഖരും രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമായി പാർട്ടിയിലെ അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമായി തിളങ്ങാമെന്ന പ്രതീക്ഷയിലായിരുന്നു. അതിന് ഹൈക്കമാൻഡ് വെച്ച ചെക്കായി മാറിയിരിക്കുകയാണ് പുതിയ കോർ കമ്മിറ്റി. പരാതി പറഞ്ഞ നേതാക്കളെ ജംബോ കമ്മിറ്റിയിൽ പദവി നൽകി തൃപ്തരാക്കിയ ശേഷം നിർണായക തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന വേളയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം തീരുമാനങ്ങളെടുക്കാൻ കഴിയുന്ന ഉന്നതാധികാര സമിതിയായി 17-അംഗ കോർ കമ്മിറ്റി മാറുമെന്ന് ചുരുക്കം. തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് UDFന് അധികാരത്തിലേക്ക് കടന്നെടുക്കാനായാൽ പിന്നെ കലപില തുടങ്ങുക ഒരേയൊരു പദം ലക്ഷ്യമിട്ടാകും, മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി പദം. നിലവിലെ നേതൃത്വം തിരഞ്ഞെടുപ്പിനെ നയിക്കുകയും മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്താൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അതിൻ്റെ ക്രെഡിറ്റ് VD സതീശൻ അവകാശപ്പെടും. അത്ര പെട്ടെന്ന് ആർക്കും അതിനെ എതിർക്കാൻ കഴിയില്ല. നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ നയിച്ചതിൻ്റെ അവകാശവാദം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഉന്നയിക്കുമെന്ന് ഉറപ്പ്. അപസ്വരങ്ങൾക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും പാർട്ടിക്ക് വേണ്ടി ബോധപൂർവം മൗനം പാലിച്ച് മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഗ്രേസ് മാർക്ക് രമേശ് ചെന്നിത്തലയും സ്വാഭാവികമായി ഉന്നയിക്കും. പല ധ്രുവങ്ങളിലേക്ക് ചിതറിയ നേതാക്കളെ ഒരു കുടക്കീഴിൽ അണിനിരത്താനായതിൻ്റെ ആത്മവിശ്വാസം KC വേണുഗോപാലിനും ഉണ്ടാകുമെന്ന് തീർച്ച. ഈ സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റും പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വവും കൂട്ടായ നേതൃത്വത്തിനാകുമെന്ന നിർണായക തീരുമാനം AICC നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പേയ്മെൻറ്റ് സീറ്റെന്നോ ഗ്രൂപ്പ് താൽപ്പര്യങ്ങളെന്നോ ഉള്ള വിമർശനങ്ങളുടെ സാധ്യത ഒഴിവാക്കി ജയസാധ്യത മുൻനിർത്തിയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനാകും കോർ കമ്മിറ്റി മുൻഗണന നൽകുക. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ കമ്മിറ്റിയുടെ കൺവീനറാക്കിയതും ഇതേ ഉദ്ദേശത്തോടെ തന്നെ. ചുരുക്കി പറഞ്ഞാൽ UDF അധികാരത്തിലെത്തിയാൽ കോർ കമ്മിറ്റിയിലെ 17 പേരിൽ ഒരാളാകും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയെന്ന് ഉറപ്പ്. പക്ഷേ ശേഷിക്കുന്ന 16 പേരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നതാവും ക്യാപ്റ്റൻസിയുടെ മാനദണ്ഡം.